വല്ലാത്തൊരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാമ്പുള്ള രാഷ്ട്രീയം പറയേണ്ട അതിനിർണായകമായൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ 8 നാൾ മാത്രം ബാക്കി നിൽക്കെ ചർച്ച വഴിമാറി അധമ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അശ്ലീല സൈബർ ഹൂളിഗൻ സംഘങ്ങളുടെ മര്യാദകേടുകളാണ്. ഇഞ്ചോടിഞ്ച് പോരാടുന്ന വടകരയുടെ പോർമുഖത്താണ് ഒരു സ്ഥാനാർത്ഥിക്ക് കേരളത്തിന്റെ ഒരു ആരോഗ്യമന്ത്രിക്ക് 60 കഴിഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് സ്ത്രീ എന്ന നിലയിൽ നേരിടേണ്ടി വരുന്ന അധിക്ഷേപത്തെക്കുറിച്ച് പരാതി കൊടുത്തിട്ടും പോലീസ് ഇനാക്ഷനെ കുറിച്ച് നിസ്സഹായമായി തൊണ്ടയിടറി കേരളത്തോട് പറയേണ്ടി വരുന്നത് വേദനയാണത് ജീർണ രാഷ്ട്രീയത്തിന്റെ പരകോടിയാണ്. അതൊക്കെ വായിച്ചാൽ ലജ്ജ കൊണ്ട് തലപൊട്ടിത്തെറിക്കുന്ന മട്ടിലാണ് ഞരമ്പ് രോഗികളുടെ വൈകൃതം നാർന്ന നാലാംകിട മൂത്രപ്പുര സാഹിത്യം. അത് രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം എന്റെ ചിത്രം മോർഫ് ചെയ്ത് അശ്ലീല വീഡിയോ കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നു എന്നൊരു വനിതാ രാഷ്ട്രീയ നേതാവ് പറയേണ്ടി വരുന്ന ഗതികേടും അതിന്റെ വൈകാരികതയെ മനസ്സിലാക്കാതെ അതൊക്കെ നാടകമെന്നൊരു പ്രതീതി സൃഷ്ടിയിൽ നുണബോംബെന്ന് പുച്ചിക്കിൽ ഇരുട്ടുമുറിയിൽ ഇരുന്ന് പന്നപ്പണിയെടുക്കുന്ന വൈതാളിക സംഘത്തിന് പ്രോത്സാഹനമാണ്. പ്രതിപക്ഷ നേതാവെ മുൻ അനുഭവങ്ങളുടെ ബാലൻസിംഗ് ആക്ട് ഇല്ലാതെ ഉപാധികളില്ലാതെ അശ്ലീല പണിയെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? തെമ്മാടിക്കൂട്ടങ്ങളെ നിങ്ങളുടെ സഹായമില്ലാതെ രാഷ്ട്രീയം നടത്താൻ ഞങ്ങൾക്കറിയാം എന്ന് കോംപ്രമൈസ് ഇല്ലാത്ത ഈ ചുവരുതാങ്ങികളെ തള്ളാത്തതിന്റെ ഹിംസാനുഭവങ്ങൾ ഈ പോയ വർഷങ്ങളിൽ കേരളം എത്രയെത്ര കണ്ടതാണ്. അതാ വടകരയിൽ കാതോർത്താൽ കേൾക്കാം, ഇപ്പോഴും കേൾക്കാം ഒരു ലക്ഷണം കെട്ട വാക്ക്, ആസ്ഥാന വിധവ. ഒരു രക്തസാക്ഷിയുടെ ഭാര്യയെ അങ്ങേയറ്റം അധിക്ഷേപിക്കൽ, ബലൂണും വെച്ച് കെട്ടിയ വൃത്തികെട്ട വേഷത്തിൽ വിജയാഘോഷങ്ങൾ അവിടെയും തുടങ്ങിത്തീർന്നതല്ല. ആര്യ രാജേന്ദ്രൻ, അച്ചു ഉമ്മൻ, അനിതാ ബാബു, രമ്യ ഹരിദാസ്, ഈ വൈകൃത ഞരമ്പുകളുടെ കൂട്ടയാക്രമണത്തിൽ പുള്ളിപ്പടഞ്ഞ രാഷ്ട്രീയ സ്ത്രീനാമങ്ങൾ എത്ര പേരാണ്. ഏറ്റവും ഒടുവിൽ ഒരു വാർത്ത ചെയ്തതിന് കള്ളക്കേസെടുത്തതും പോരാഞ്ഞ് വെട്ടിക്കൂട്ടി ഒരു കള്ള വീഡിയോ ഉണ്ടാക്കി ഞങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തകയെ വെകിളിക്കൂട്ടം വേട്ടയാടിപ്പോൾ ആ വേട്ടയ്ക്കൊരു നേതാവ് നമ്പർ അടക്കം ഫേസ്ബുക്കിൽ തള്ളിയപ്പോൾ നിർത്തടാ മര്യാദകേട് എന്നൊരു നേതാവിൻ്റെ നാവ് പൊന്തിയോ? ഇല്ലാത്തതിൻ്റെ തുടർച്ചയിലാണ്. നേതാക്കൾ പൊതിഞ്ഞു പിടിക്കുമ്പോഴാണ്, പരാതികൾ അട്ടിയടങ്ങി പോലീസ് റാക്കിൽ പൊടിപിടിക്കുമ്പോഴാണ് കൈവിലങ്ങ് വീഴിലെന്ന ഉറപ്പിൽ ഇരുട്ടിന്റെ പണി ആവർത്തിക്കാൻ അധമ സംഘങ്ങൾക്ക് ഈ കെട്ട ധൈര്യം. ഓർത്തോ രാഷ്ട്രീയ പാർട്ടികളെ, നിങ്ങളെ സഹായിക്കാനെന്ന മട്ടിൽ വിയോജിക്കുന്നവനെ ഇല്ലാതാക്കാൻ അങ്ങേയറ്റം അഴിഞ്ഞാടുന്ന സ്ത്രീകളെ ശരീരങ്ങൾ മാത്രമായി കാണുന്ന ഈ തെമ്മാടിക്കൂട്ടത്തെ കണ്ടെത്തി പുള്ളിയടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ സൈബർ ലോകം വിട്ട് വേട്ടപ്പട്ടികൾ തെരുവിലേക്കിറങ്ങും. കൂട്ടമായി പേപിടിച്ച് കേരളത്തെ കടിച്ചു കീറും, ആൾക്കൂട്ടക്കൊലകൾ നടത്തും, നാടിനെ നരകമാക്കും. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.